റെഡിയാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് ഷ്രെഡ് ചെയ്തിട്ടുള്ള ഓണിയൻസ്. ഇതും ചൈനീസ് പ്രിപ്പറേഷൻ. അതും ചൈനീസ്. ഓക്കെ. ജിഞ്ചർ ഗാർലിക് കുക്കായോ? ആയില്ല. ഇടട്ടെ? വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത്. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചുള്ള കുക്കിംഗ് ഉണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ കുക്കിങ്ങിൽ സീസം ഓയിലുണ്ട്. യൂഷ്വലി ഏത് ഓയിലാണ്? വെജിറ്റബിൾ ഓയിൽ. ഒത്തന്റിക് ചൈനീസിൽ ഏതാ ഓയിൽ യൂസ്? ഒത്തന്റിക് ചൈനീസിൽ സൺഫ്ലവർ ഓയിൽ കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സീസം ഓയിൽ കുക്ക് ചെയ്യുന്ന ഡിഷസ് ഉണ്ട്. മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഇതാണ്. പക്ഷേ സീസം ഓയിൽ ഗാർണിഷ് ഫ്ലേവറിനും വേണ്ടി ടേസ്റ്റിനും വേണ്ടി സീസം ഓയിൽ. ഓക്കെ, അത് റെഡി ആയില്ലേ? അത്ര ആയാൽ മതി. അത്ര ആയാൽ മതി. അല്ല, പേസ്റ്റ് വല്ലതും ഇടുന്നോ? ഇല്ല. സ്ക്വിഡ്, ഇതിനകത്ത് സോയ സോസ്, കുറച്ച് സ്പ്രിംഗ് അണിയൻ, സെല്ലറി. ആയോ? ടേസ്റ്റ് നോക്കണ്ട. കുക്കായി കാണുമല്ലോ. കുക്കായല്ലോ, ആദ്യം തന്നെ കുക്കായല്ലോ. ഗ്രേവി ടേസ്റ്റ് വേണം. കുറച്ചും കൂടെ സോയ സോസോ എന്തെങ്കിലും വേണം? വേണ്ട. ഇന അത് കുറച്ചൊന്ന് തിക്ക് ചെയ്യണോ? ഗ്രേവി തിക്കായോ? ഒരു സ്വല്പം, അല്ലെങ്കിൽ അത് സ്ക്വിഡ് വേറെ ഗ്രേവി വേറെ ആയിട്ടൊക്കെ കിടക്കില്ലേ? കോൺഫ്ലവർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് തിക്കായോ? കളർ ഇങ്ങനെ തന്നെയാണോ? പ്ലെയിൻ ആയിട്ടിരിക്കുകയാണോ? ആയിരിക്കും. അതെ, കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം സോയ സോസ്. ഇപ്പോൾ കറക്റ്റല്ലേ? കുറച്ചുകൂടെ സോയ സോസ്. ഒരു പൊടിക്ക് ഓയിൽ, ഒരു ഗ്ലേസിങ്ങിനും ആ കോൺഫ്ലോർ ഒഴിച്ചപ്പോഴേ ഒരു കോൺഫ്ലോറിൻ്റെ ഒരു സെപ്പറേഷൻ കിട്ടാനും. ഈ ഹോട്ടലിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെ പോയി ഈ പ്രാവശ്യം? സ്പായ്ക്ക് നന്നായിട്ട് പോയി. വളരെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് അതിനു വേണ്ടി ഞങ്ങളുടെ കർക്കിടകത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മെനു ഉണ്ടെന്ന് പറഞ്ഞു. ആ മെനു കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഒരു 30 പേരുടെ ഒരു അറബിക് ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓഫാക്കിയോ? അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. നല്ലൊരു ഫീഡ്ബാക്കാണ് അത് കിട്ടി. കർക്കിടകത്തിൻ്റെ സ്പായ്ക്കും ആ പാക്കേജിനും പിന്നെ സ്പെഷ്യലി നമ്മുടെ ഫുഡിനും കർക്കിടകത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫുഡിനും എല്ലാം ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്ര കുറച്ച് സമയം കൊണ്ട് ഈ ഫ്രിഡ്ജിനകത്തുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കി. പക്ഷേ പിന്നെ എല്ലാവരും ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ സൂപ്പ് ഉണ്ടാക്കി. നമ്മൾ സൂപ്പ് ഇതിനകത്ത് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോപ്പർ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. അവൈലബിൾ ആയിട്ടുള്ള ഉള്ളത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ചിക്കൻ, സ്വീറ്റ് കോൺ, സം സെല്ലറി, സംതിങ് ലൈക്ക്, പിന്നെ കോൺഫ്ലോർ, ചിക്കൻ സോയ സോസും ഓയിസ്റ്റർ സോസും ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ ചില്ലി ഓയിസ്റ്റർ സോസ്, അതിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് സോൾട്ട്, ചില്ലി പേസ്റ്റും കോൺഫ്ലോർ ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ സോസ് ഉണ്ടാക്കി. ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് സോട്ട് ചെയ്തു, ക്യാപ്സിക്കം അണിയൻ, ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ഓയിസ്റ്റർ സോസ്, പിന്നെ ചിക്കൻ ഇട്ടിട്ട് കുറച്ച് സ്റ്റോക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും. വെരി സിമ്പിൾ. ഓക്കെ. പിന്നെ സ്ക്വിഡ് ജിഞ്ചർ ഗാർലിക്കും കുറച്ച് കോൺഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്ത് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ജസ്റ്റ് സ്റ്റെയർ ഫ്രൈ എടുത്ത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് സോട്ട് ചെയ്തു. പിന്നീട് അണിയൻസ് ഇട്ടു. അണിയൻ സോട്ട് ചെയ്തിട്ടു, ക്യാപ്സിക്കം ഇട്ടു, സ്ക്വിഡ് ഇട്ടു, സോയ സോസ് ഒഴിച്ചു, കോൺഫ്ലവർ ഒഴിച്ചു, ലൈറ്റ് ഓയിൽ ഒഴിച്ച് തിക്ക് ചെയ്തെടുത്തു. വളരെ സിമ്പിളായിട്ടും. പിന്നെ റൈസ് ബോയിൽഡ് റൈസ് നമുക്കപ്പോൾ ഇത് കൊണ്ട് കൊടുക്കാം.
ഐ എം ഷുവർ ഇത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് സ്ക്വിഡ് റിങ്സ്. സിസ്റ്റർ പേരെന്താ? ട്വിങ്കിൾ എന്താ ചെയ്യുന്നത്? ഇവിടെ വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഓക്കെ ഷെഫ് പറ എന്തൊക്കെയാ ഉള്ളത്? ചെറിയൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വീറ്റ് Sweet കോൺ corn. ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ ചില്ലി ഓയിൽ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ക്വിഡ് വിത്ത് ഗ്രീൻ പെപ്പർ. കുറച്ച് സാധനം നിങ്ങളുടെ ഫ്രിഡ്ജിലുള്ളായിരുന്നു, അത് അത് തന്നെ. ഒരു ചെറിയ കലാപരിപാടി ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. പത്തനംതിട്ടയിൽ ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ഡിഷിൻ്റെ എന്താണ്? പത്തനംതിട്ട കോളേജിൻ്റെ തിരക്കുകളിൽ നിന്നും കഴിക്കാൻ വേണ്ടി ഓടി പോകുന്നത്? നോർമലി നമ്മൾ പത്തനംതിട്ടയല്ല പോകുന്നത്, എന്തെങ്കിലും ഔട്ടിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത് അടൂരാണ്. അടൂർ. അപ്പോൾ നമ്മൾ അടൂരാണ് നോർമലി പോകുന്നത്. ആ, അടൂര് ഞങ്ങളിപ്പം എപ്പോഴും പോകുന്നത് പെപ്പിനോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പുതുതായിട്ടുള്ളതാണ്. അവിടെ കുറച്ച് നേരത്തെ പറഞ്ഞൊരു ഫ്യൂഷൻ ടൈപ്പ് ഫുഡ്സ് ഒക്കെ ഉണ്ട്. സ്പാനിഷ് മസാല, സ്പാനിഷ് ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിഷസ് ഉണ്ട്. അതാണ് നമ്മുടെ ഫേവറേറ്റ്. അപ്പോൾ അതിനു വേണ്ടി എപ്പോഴാണ് സമയം കണ്ടെത്തി ഒന്ന് പോയിരിക്കും അത് കഴിക്കാൻ വേണ്ടി? അതിനുവേണ്ടി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതുകൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അതിപ്പോഴും ആ ഡിഷ് അത്ര അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ്. വെറൈറ്റി. ഓക്കെ അപ്പം ഞങ്ങൾ കഴിച്ചോ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഓക്കെ, സോ എൻജോയ് യുവർ മീൽ. ഞങ്ങൾ കുറച്ച് സാധനം വെച്ചിട്ട് വാട്ട് എവർ വി കുഡ് ഞങ്ങൾ ചെയ്തു അല്ലേ? ചെയ്തു. ഇനി ഇതിലും ഇതുപോലുള്ള വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്ലോറയിലേക്ക് വരിക. പറഞ്ഞു ഫൈനലി. ഓൾ റൈറ്റ്, അപ്പോൾ താങ്ക് യു. താങ്ക് യു. So that was another episode of Food to See You on Kappa TV with me Anne and Chef Roy. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീട്ടിൽ പോകുന്നുണ്ട്, കാണാം. അടുത്ത ബൈ.